ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡ്വേ. അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. കമ്പയർ ചെയ്യാനുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ്, നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. അതിൽ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ പോലുള്ള ഓപ്പറേഷൻസ് ചെയ്തു. ഇനി കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ, രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ പൈത്തണിൽ പഠിക്കുന്നത്? ഒന്നാമത്തെ എന്ന് പറയുന്നത് ഈക്വൽ ടു ഓപ്പറേറ്ററാണ്. ഇനി രണ്ടാമത്തെ നോട്ട് ഈക്വൽ ടു. ഇനി അടുത്തത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇത്രയും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ പൈത്തണിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു പ്രോഗ്രാം വെച്ചിട്ട് തന്നെ നമുക്ക് പഠിച്ചു നോക്കാം. പ്രോഗ്രാമിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കാം. എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഞാൻ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു വയ്ക്കുന്നു. ബി എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ 3 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു വയ്ക്കുന്നു. എന്ത് ചെയ്യുന്നു? ഞാൻ എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാണ്. അതിന് കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, ആ കമ്പയർ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുന്നു. സിയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും, അതായത് എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അത് ഞാൻ സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, ബിയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ബി എയോട് ഈക്വൽ ആണോ എന്ന് നോക്കണം. ബി എന്ന് പറയുന്ന വേരിയബിളിലുള്ള കാര്യം എ എന്ന് പറയുന്ന വേരിയബിളിലുള്ള കാര്യത്തിനോട് ഈക്വൽ ആണോ എന്ന് നോക്കണം. അതിനെനിക്ക് എന്ത് ചെയ്യാം? ഞാൻ ബി ഈക്വൽ ടു എ എന്ന് കൊടുക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ന് പറയുന്നതും ഈക്വൽ ടു എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു പ്രാവശ്യം ഈക്വൽ ടു കൊടുക്കുന്നതിന് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എ ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈക്വൽ ടുവിന് റൈറ്റ് സൈഡിലുള്ള കാര്യം, ലെഫ്റ്റ് സൈഡിലുള്ള കാര്യം ഒരു വേരിയബിൾ ആണെങ്കിൽ ആ വേരിയബിളിലേക്ക് റൈറ്റ് സൈഡിലുള്ള കാര്യം, ആ വാല്യൂ എടുത്ത് ആ ലെഫ്റ്റ് സൈഡിലുള്ള, ഇപ്പോൾ എ ഈക്വൽ ടു 2 എന്ന് എഴുതുമ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂവിനെ എടുത്ത് എയിലേക്ക് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എയിലേക്ക് 2നെ അസൈൻ ചെയ്യുന്നു. അതായത് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് ഒരു സിംഗിൾ ഈക്വൽ ടു എന്ന് പറയുന്നത്. ആ സമയം 2 പ്രാവശ്യം ഈക്വൽ ടു ഇടുമ്പോഴോ അതൊരു കമ്പാരിസൺ ഓപ്പറേറ്ററാണ്. അതായത് ആ രണ്ട് വാല്യൂസും നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബി ഈക്വൽ ടു എ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് എയോട് ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ബി എയോട് ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ബി എയോട് ഈക്വൽ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, ഏത് വാല്യൂ ആണോ റിട്ടേൺ ചെയ്തത് അത് സിയിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ടാവുമല്ലോ. കാരണം ബി ഈക്വൽ ടു എ എന്ന് പറയുന്നത് ആദ്യം ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ബി എയോട് ഈക്വൽ ആണോ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇവിടെ ഉള്ളത് വെച്ചിട്ട് ആ വാല്യൂ, ആ കമ്പാരിസൺ കഴിഞ്ഞിട്ട് കിട്ടിയ ട്രൂ ഓർ ഫോൾസ് വാല്യൂ എടുത്ത് എന്ത് ചെയ്യും? സിയിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ സി പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്ക് കാണാൻ പറ്റുമല്ലോ. നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിൻറ്റ് ചെയ്യുന്നു. എന്ത് പ്രിൻറ്റ് ചെയ്യുന്നു? സി എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യുന്നു. ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാമാണ് പ്രോഗ്രാം. പ്രോഗ്രാം റണ്ണിങ് ആണ്. ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്തു. അതായത് നമ്മൾ ബി ഈക്വൽ ടു എ എന്ന ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബിയും എയും ഈക്വൽ ആണോ? അല്ല. ബിയുടെയും എയുടെയും വാല്യൂ ഈക്വൽ ആണോ? അല്ല. എന്താണ്? 3യും 2യും ആണ്. 3യും 2യും ഈക്വൽ അല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് എന്നാണ്. അതായത് ബി ഈക്വൽ ടു എ എന്നതിൻ്റെ വാല്യൂ ഫോൾസ് ആയിട്ട് മാറി. ആ വാല്യൂ എന്ത് ചെയ്തു? സിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. ആ വാല്യൂ സി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ സി എന്ന് പറയുന്നത് പ്രിൻ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് കൊടുക്കാം. അതിന് എ എന്ന് പറയുന്നത് 2വും ബി എന്ന് പറയുന്നത് 2വും കൊടുത്തു നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബി ഈക്വൽ ടു എ എന്ന് നമ്മൾ കൊടുക്കുന്നു. ബി ഈക്വൽ ടു എ എന്ന് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ബിയും എയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കമ്പ്യൂട്ടർ ബിയും എയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ആ വാല്യൂ എന്ത് ചെയ്യുന്നു? സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സി ഈക്വൽ ടു ബി ഈക്വൽ ടു എ എന്ന് കൊടുത്തു. അപ്പോൾ ബി ഈക്വൽ ടു എ ആണെന്ന് നോക്കിയതിന് ശേഷം അത് സിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പ്രിൻറ്റ് സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വഴി എന്ത് സംഭവിക്കുന്നു? സിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എയുടെ വാല്യൂം 2 ആണ്, ബിയുടെ വാല്യൂം 2 ആണ്. അപ്പോൾ ഞാൻ സേവ് ചെയ്ത് ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. എന്ത് സംഭവിച്ചു? സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് നമുക്ക് റിട്ടേൺ ചെയ്തിട്ടല്ലേ. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റർ ഇതാണ് ചെയ്യുന്നത്. അതായത് കമ്പയർ ചെയ്യും. ഇപ്പോൾ ബിയും എയും ആണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്ത ഓപ്പറാൻസ് എന്ന് പറയുന്നത്. ഓപ്പറാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറാൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഓപ്പറേഷന് വേണ്ടി, അതായത് ഇപ്പോൾ ഇവിടെ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറാൻസ് ആണ് അതിൻ്റെ ഇപ്പുറത്തുള്ള വാല്യൂസ് എന്ന് പറയുന്നത്.
ഏത് വാല്യൂസ് വെച്ചിട്ടാണോ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് ആ വാല്യൂസിനെയാണ് ഓപ്പറാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വൽ ടു ഓപ്പറേറ്റർ കണ്ടു. ഇനി നമുക്ക് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഈ നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ചെയ്യുന്നത് ഈക്വൽ ടു ഓപ്പറേറ്റർ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ്. എന്താ ചെയ്യുന്നത്? ഈക്വൽ ടു ഓപ്പറേറ്റർ നമുക്ക് രണ്ട് വാല്യൂസും നമ്മൾ കൊടുക്കുന്ന ഓപ്പറാൻഡ്സ് രണ്ട് വാല്യൂസും ഏതൊക്കെയാണോ അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ എയും ബിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ എയും ബിയും ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്തു. ആ സമയം നമ്മൾ നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എയും ബിയും ഈക്വൽ അല്ലാത്ത സമയത്ത് നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എന്നുള്ളതിന് പകരം നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും അതിനോട് കൂടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഈക്വൽ സൈനും കൂടുന്നതാണ് ഒരു നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബി നോട്ട് ഈക്വൽ ടു എ എന്ന് പറയുന്ന നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ കൊടുത്തു. ഓക്കെ, ഇനി എയും ബിയും 2 ആണ്. നമുക്ക് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം സിയുടെ വാല്യൂ എന്തായിരിക്കുന്നത്. Python 3 program.py എന്ന് പറഞ്ഞ് ഞാൻ പ്രോഗ്രാം റൺ ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്തു. എന്തുകൊണ്ടാണ്? എയുടെയും ബിയുടെയും വാല്യൂ ഈക്വൽ ആണ്. എയുടെയും ബിയുടെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ നമ്മുടെ നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതായത് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ പറയും ഇത് രണ്ടും ഞാൻ കമ്പയർ ചെയ്തു, പക്ഷേ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, ട്രൂ അല്ല, ശരിയല്ല, ആൻസർ എന്ന് പറയുന്നത് ഫോൾസ് ആണ് എന്ന് റിട്ടേൺ ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് എയുടെ വാല്യൂ 2ഉം ബിയുടെ വാല്യൂ 3 ആയി നോക്കിയാലോ? ഞാൻ സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്ത് നോക്കുന്നു. എന്ത് സംഭവിച്ചു? ട്രൂ എന്ന് റിട്ടേൺ ചെയ്തു. അതായത് എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 2ഉം ബി എന്ന് പറയുന്ന വാല്യൂ 3 ആണെന്ന് കൊടുത്തു. അതിനുശേഷം സി എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലേക്ക് ബി നോട്ട് ഈക്വൽ ടു എ ആണോ എന്ന് കമ്പയർ ചെയ്തു. അതായത് ബിയും എയും നോട്ട് ഈക്വൽ ടു ആണോ എന്ന് കമ്പയർ ചെയ്തു. ബിയും എയും നോട്ട് ഈക്വൽ ടു ആണ്, കാരണം രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ട്രൂ ആണ്, നമ്മൾ പറഞ്ഞ കാര്യം ശരിയാണ് എന്നുള്ളത്, അതായത് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്ററിൻ്റെ വാല്യൂ ട്രൂ ആയിട്ട് റിട്ടേൺ ചെയ്ത് അത് സിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സിയിൽ എന്ത് സംഭവിച്ചു? ട്രൂ എന്ന് പറയുന്ന ഒരു വാല്യൂ സേവ് ചെയ്തു. അത് പ്രിൻറ്റ് സി വഴി ട്രൂ എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു കാര്യം പഠിക്കാം, ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ. ഇപ്പോൾ ബി ഗ്രേറ്റർ ദാൻ എ എന്ന് കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3, സി ഈക്വൽ ടു ബി ഗ്രേറ്റർ ദാൻ എ എന്ന് കൊടുക്കുകയാണ്. ഇത് ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ ആണ്. ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ എന്താ ചെയ്യുക? ബി ഗ്രേറ്റർ ദാൻ എ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി എയിനേക്കാൾ വലുതാണെങ്കിൽ എന്ത് സംഭവിക്കും? ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ബി എയിനേക്കാൾ ചെറുതാണെങ്കിലോ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം, ബി ഇവിടെ എയിനേക്കാൾ ഗ്രേറ്റർ ആണല്ലോ. അതെ, ബി എന്ന് പറയുന്നത് 3 ആണ്, എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഞാൻ സേവ് ചെയ്യുന്നു, ഒന്ന് റൺ ചെയ്ത് നോക്കുന്നു ശരിയാണോ എന്നറിയാൻ. റൺ ചെയ്തു, ട്രൂ എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഗ്രേറ്റർ ദാൻ എന്താണെന്ന് പഠിച്ചു. ഇനി ഗ്രേറ്റർ ദാൻ അല്ലാത്തൊരു സാഹചര്യം വന്നാലോ? ഞാൻ രണ്ടിൻ്റെയും വാല്യൂ 3 കൊടുക്കുകയാണ്. രണ്ടിൻ്റെയും വാല്യൂ 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബി ഗ്രേറ്റർ ദാൻ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 ഗ്രേറ്റർ ദാൻ 3 ആണോ എന്ന് തന്നെ നോക്കുകയാണ്. 3 ഗ്രേറ്റർ ദാൻ 3 ആണോ? 3 എന്ന് പറയുന്നത് 3നേക്കാൾ ഗ്രേറ്റർ ആണോ? അല്ലല്ലോ, 3 എന്ന് പറയുന്നത് ഈക്വൽ അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കണം? ഫോൾസ് എന്നാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ശരിയാണോ നമുക്ക് നോക്കാം. ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് റൺ ചെയ്ത് നോക്കുന്നു. എന്ത് സംഭവിച്ചു? ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്തു. അതായത് 3 ഗ്രേറ്റർ ദാൻ 3 അല്ല എന്ന് റിട്ടേൺ ചെയ്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ലെസ് ദാൻ ഓപ്പറേറ്റർ ഉണ്ട്. ലെസ് ദാൻ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബി ലെസ് ദാൻ എ എന്നാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എനേക്കാൾ ചെറുതാണോ എന്ന് നോക്കും. ഇനി ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും? ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ചെറുതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ രണ്ടിൻ്റെയും വാല്യൂ 3 ആണ്. ഞാനൊന്ന് റൺ ചെയ്ത് നോക്കണം പ്രോഗ്രാം. എന്ത് സംഭവിച്ചു? ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്തു. എന്തുകൊണ്ടാണ്? ബി എന്ന് പറയുന്നത് എനേക്കാൾ ചെറുതല്ല. ബിയുടെ വാല്യൂ എയുടെ വാല്യൂ 3 ആയിരുന്നു. 3 എന്ന് പറയുന്നത് 3നേക്കാൾ ചെറുതല്ല. അതുകൊണ്ട് ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നു? ബിയുടെ വാല്യൂ 2 ആയിട്ട് കൊടുക്കുന്നു. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? 2 ലെസ് ദാൻ 3 എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ വരേണ്ടത്? ഔട്ട്പുട്ടായിട്ട് ട്രൂ എന്ന് തന്നെ പ്രിൻറ്റ് ചെയ്ത് വരണം അല്ലേ. നമുക്ക് നോക്കാം, ഔട്ട്പുട്ട് നോക്കാം. ട്രൂ എന്ന് പ്രിൻറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അത്രയും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു? ഈക്വൽ ടു ഓപ്പറേറ്റർ പഠിച്ചു, നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ പഠിച്ചു, ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ പഠിച്ചു, ലെസ് ദാൻ ഓപ്പറേറ്റർ പഠിച്ചു. ഇനി പൈത്തണിൽ യൂസ് ചെയ്യുന്ന 2 ഓപ്പറേറ്റർ കൂടി നമുക്ക് പരിചയപ്പെടാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ലെസ് ദാൻ ആണോ ഈക്വൽ ടു ആണോ രണ്ടും ചെക്ക് ചെയ്യും. ലെസ് ദാൻ ആണെങ്കിലും ഈക്വൽ ടു ആണെങ്കിലും എന്ത് ട്രൂ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി എനേക്കാൾ ചെറുതാണെങ്കിലും ബി ഈക്വൽ ടു എ ആണെങ്കിലും
ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ മാത്രം ഫോൾസ് എന്ന് പ്രിന്റ് ചെയ്യും. നമ്മൾ ബിയുടെ വാല്യൂ 2 ആയിട്ട് എടുക്കുന്നു, എയുടെ വാല്യൂ 3 ആയിട്ട് എടുക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് ചെക്കിംഗ് വരിക. അതായത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നുള്ളത് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാണ് ചെക്കിംഗ് വരിക. 2 ലെസ് ദാൻ 3 ആണ്, അതുകൊണ്ട് അത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ട്രൂ എന്ന് പ്രിന്റ് ചെയ്തു. ഇനി വേറൊരു കേസും കൂടി ഉണ്ട്. രണ്ടിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കുന്ന സമയത്ത്, അതായത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയിൽ ബിയുടെ വാല്യൂ 3 ആണ്, എയുടെ വാല്യൂ 3 ആണ്. രണ്ടും 3 ആയിരിക്കുന്ന സമയത്ത് രണ്ട് ഈക്വൽ ആണ്. അപ്പോഴും എന്ത് റിട്ടേൺ ചെയ്യും? അപ്പോഴും ഈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. രണ്ടിൻ്റെയും വാല്യൂ 3 ആണ്. എന്ത് സംഭവിക്കുന്നു? റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കൂടി ചെയ്ത് നോക്കാം. ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന വാല്യൂ എയിനേക്കാൾ വലുതാണോ എന്ന് നോക്കും, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വാല്യൂ എയിനോട് ഈക്വൽ ആണോ എന്ന് നോക്കും. ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും. നമുക്ക് നോക്കാം. രണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ 3 തന്നെയാണ്. നമുക്ക് അത് തന്നെ ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം. രണ്ട് ഈക്വൽ ആണല്ലേ. സേവ് ചെയ്യുന്നു. ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ട്രൂ എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ പ്രിന്റ് ആയിട്ട് വന്നു. ഇനി ബിയുടെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 4 ആയിട്ട് കൊടുക്കുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബിയുടെ വാല്യൂ 4 ആണ്, എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അതായത് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയുന്നിടത്ത് എന്താ ചെക്കിങ് വരിക? 4 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ എന്നാണ് ചെക്കിങ് വരിക. 4 ഗ്രേറ്റർ ദാൻ 3 ആണോ? അതെ, 4 ഗ്രേറ്റർ ദാൻ 3 ആണ്. 4 ഈക്വൽ ടു 3 ആണോ? അല്ല, പക്ഷേ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ആ രണ്ട് കാര്യങ്ങൾ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഏതെങ്കിലും ഒരെണ്ണം ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൂ ആണ് വരേണ്ടത്. ഇവിടെ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ട്രൂ എന്നാണ് പ്രിന്റ് ചെയ്ത് വരേണ്ടത്. നമുക്കൊന്ന് നോക്കാം. സേവ് ചെയ്യുന്നു. റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അല്ലാത്തൊരവസ്ഥ കൊടുത്തു നോക്കിയാലോ. ബിക്ക് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ബി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. 2 ഗ്രേറ്റർ ദാൻ 3 ആണോ? അല്ല, 2 3നേക്കാൾ വലുതല്ല. 2 ഈക്വൽ ടു 3 ആണോ? 2ഉം 3യും ഈക്വൽ അല്ല. അപ്പോൾ അത് രണ്ടും ശരിയല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഫോൾസ് എന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഞാൻ സേവ് ചെയ്യുന്നു. പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നമുക്കുണ്ട്. ഇനി കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ഡിസിഷൻ, അതായത് കുറച്ച് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മറ്റ് ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന പല സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളിനി പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് കറക്റ്റായിട്ട് ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിൻ്റെ ഉപയോഗം അടുത്ത വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള മനസ്സിലായിട്ടില്ല എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എല്ലാ ഫീഡ്ബാക്കുകളും ഞങ്ങളിലേക്ക് എത്തിക്കുക. താങ്ക് യു.